വെൽക്കം ടു ശാന്തമ സ്പോക്കൺ ഇംഗ്ലീഷ്. പ്രിപ്പോസിഷൻ പഠിക്കാം. ഇൻ, അറ്റ്, ഓൺ ഇവയുടെ ഉപയോഗം എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ ഇതിനു തുടർന്ന് വരുന്ന സീരീസും കൂടി കൃത്യമായി കാണുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഇൻ, അറ്റ്, ഓൺ ഇവ ഉപയോഗിക്കുമ്പോൾ എവിടെ എന്ന കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. ആദ്യമായി ഞാൻ ഈ വീഡിയോ സീരീസിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് സ്ഥലങ്ങൾക്ക് മുൻപിൽ ഇൻ, അറ്റ്, ഓൺ എങ്ങനെ ഉപയോഗിക്കാം, പിന്നെ അതിനുശേഷം സമയത്തിന് മുൻപിൽ, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ഇന്ന് സ്ഥലങ്ങൾക്ക് പിറകിൽ എവിടെയൊക്കെയാണ് ഇൻ, എവിടെയൊക്കെയാണ് അറ്റ്, എവിടെയൊക്കെയാണ് ഓൺ എന്നത് ഉപയോഗിക്കാം എന്നതും നോക്കാം. ഇൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഉള്ളിലായിരിക്കുമ്പോഴാണ്. അറ്റ് എന്ന് പറയുന്നത് കൃത്യമായ സ്ഥലത്താണ്. ഓൺ എന്ന് പറയുന്നത് ഒരു വസ്തുവിന് മുകളിലാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇൻ ഉപയോഗിക്കുന്നത് ഒരാളോ ഒരു വസ്തുവോ ഒരു സാധനത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി ഒരു റൂമിന്റെ ഉള്ളിലാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീസ് ഇൻ ദ റൂം, ഉള്ളിൽ എന്ന അർത്ഥത്തില്. പിന്നെ നമ്മൾ താക്കോല് ബാഗിന്റെ ഉള്ളിലിട്ടിരിക്കുന്നു. ദ കീസ് ആർ ഇൻ മൈ ബാഗ്. അപ്പൊ നമ്മൾ സ്ഥലങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒന്നിന്റെ ഉള്ളിലാണ് ഒരു വസ്തു ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇൻ ഉപയോഗിക്കും. എക്സാമ്പിൾസ് തുടർന്ന് വരുന്ന സ്ലൈഡിൽ നൽകിയിട്ടുണ്ട്. ഇനി ഓൺ എവിടെയാണ് ഉപയോഗിക്കുക? ഓൺ ഉപയോഗിക്കുക ഒരു വസ്തു ഒന്നിന്റെ മുകളിലാണ് ഇരിക്കുന്നത് എങ്കിൽ, സർഫേസിന് മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഓൺ ഉപയോഗിക്കും. ഇപ്പോ മേശപ്പുറത്ത് ഫോൺ ഇരിക്കുന്നു, അപ്പൊ മേശയുടെ മുകളിലാണല്ലോ. അപ്പൊ ദ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. മതിലിന് പുറത്ത് പൂച്ച ഇരിക്കുന്നു. ദ കാറ്റ് ഈസ് ഓൺ ദ വാൾ. അപ്പൊ ഇൻ എപ്പോഴാണ്? ഉള്ളിലായിരിക്കുമ്പോൾ. ഓൺ എപ്പോഴാണ്? മുകളിലായിരിക്കുമ്പോൾ. ഇനി അറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മളൊരു സ്പെസിഫിക് പോയിന്റിൽ, ഇപ്പൊ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ, അവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഞാൻ ഇപ്പോഴും ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത് എന്ന് പറയാൻ. പിന്നെ അതുപോലെ തന്നെ ഷീസ് അറ്റ് സ്കൂൾ എന്നാണ് പറയാ. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഷീസ് അറ്റ് സ്കൂൾ എന്നാണ് പറയുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇൻ. ഇൻ എന്താണ് അർത്ഥം? ഇൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ ഉള്ളിൽ, അകത്ത് എന്നൊക്കെയുള്ള അർത്ഥാണ് ഇന്നിന് വരിക. ഷീസ് ഇൻ ദ റൂം, അവൾ മുറിയിലുണ്ട്. അപ്പൊ മുറിക്കകത്താണല്ലോ. ഉള്ളിൽ, അകത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഷീസ് ഇൻ ദ റൂം. ഷീസ് അറ്റ് ദ റൂം എന്ന് പറയില്ല. ഷീസ് ഓൺ ദ റൂം എന്നും പറയില്ല. ഉള്ളിൽ എന്ന് പറയാൻ ഷീസ് ഇൻ ദ റൂം. അതുപോലെ താക്കോല് ബാഗിന്റെ ഉള്ളിലാണെന്ന് എങ്ങനെ പറയാ? ദ കീസ് ആർ ഇൻ മൈ ബാഗ്. എങ്ങനെയാ പറയാ? ദ കീസ് ആർ ഇൻ മൈ ബാഗ്. ഇൻ മൈ ബാഗ്. കുട്ടികൾ ക്ലാസ് മുറിയിലുണ്ട് എന്ന്. ദ ചിൽഡ്രൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം. ദ ചിൽഡ്രൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം. ഇനി പാല് ഫ്രിഡ്ജിന്റെ അകത്തുണ്ട്. നമ്മൾ ഫ്രിഡ്ജിന്റെ പുറത്താണോ പാല് വെക്കുക? അല്ല. അറ്റ് അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോറി, ഓൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് ഉള്ളിൽ എന്നുള്ള അർത്ഥം കൊണ്ട് തന്നെ അവിടെ ഇന്നാണ് വരിക. ദേർ ഈസ് മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ദേർ ഈസ് മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ പാലുണ്ട് എന്ന് പറയാൻ. ഇനിയിപ്പോ നമ്മുടെ ഒരു പാല് മേശ പുറത്താണ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയാം. ഇനി ഒരാള് കാറിന്റെ ഉള്ളിൽ കാത്തിരിക്കുകയാണ്. അപ്പൊ ഓർമ്മിക്കുക, അവിടെ ഉള്ളിലാണേ, ഒരു വസ്തുവിന്റെ ഉള്ളിലാണ്. അപ്പോഴെങ്ങനെയാ പറയാ? ഹീസ് വെയിറ്റിംഗ് ഇൻ ദ കാർ. ഹീസ് വെയിറ്റിംഗ് ഇൻ ദ കാർ. ഇനി കബോർഡിന്റെ ഉള്ളില്, അലമാരയില് എന്തുണ്ട്? പുസ്തകങ്ങളുണ്ട്. അപ്പൊ എന്തു പറയും? ദ ബുക്സ് ആർ ഇൻ ദ കബോർഡ്. ബുക്സ് ആർ ഇൻ ദ കബോർഡ്. ഇനി ഫോൺ എന്റെ പോക്കറ്റിന്റെ ഉള്ളിലാണല്ലോ ഉള്ളത്. ഫോൺ എന്റെ പോക്കറ്റിലുണ്ട് എന്ന് എങ്ങനെയാ പറയാ? മൈ ഫോൺ ഈസ് ഇൻ ദ പോക്കറ്റ്. ഷീ ഈസ് ഇൻ ദ റൂം. ദ കീസ് ആർ ഇൻ മൈ ബാഗ്.
The children are in the classroom. There is milk in the fridge. He is waiting in the car. The books are in the cupboard. My phone is in my pocket. She lives in a small village. ഒരു ചെറിയ ഗ്രാമത്തിലാണ് അവൾ താമസിക്കുന്നത്. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു കോർണറൊക്കെ പറയുകയാണെങ്കിൽ അറ്റ് ഉപയോഗിക്കൂ. അത്യാവശ്യം വലിപ്പമുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ നമ്മൾ ഇൻ തന്നെയാണ് ഉപയോഗിക്കുക. ഇൻ USA, ഇൻ ഇന്ത്യ, ഇൻ ലണ്ടൻ, ഇൻ എ സ്മോൾ വില്ലേജ് എന്നാണ് പറയാ. ഷീ ലിവ്സ് ഇൻ എ സ്മോൾ വില്ലേജ്. ഇനി ഒരു ബോക്സിനുള്ളിൽ പൂച്ച, പെട്ടിയിൽ പൂച്ചയുണ്ടെന്ന് എങ്ങനെയാ പറയാ? ദ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. അവർ നീന്തൽ കുളത്തിൽ നീന്തുകയാണ്. എങ്ങനെ പറയാ? ദേ ആർ സ്വിമ്മിങ് ഇൻ ദ പൂൾ. തടാകത്തിൽ ഒരുപാട് മീനുകൾ ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? There are many fish in the lake. അവൻ കസേരയിൽ ഇരിക്കുകയാണ്. He is sitting in the chair. The flowers are in the garden. പൂക്കൾ തോട്ടത്തിലുണ്ട്. അപ്പൊ in a small village, in the box, in the pool, in the lake, in the chair and in the garden. ഇനി അവൾ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ ദ ലൈബ്രറി. അപ്പോൾ ചോദിക്കാം, അവിടെ അടുത്ത ലൈബ്രറി എന്ന് പറഞ്ഞൂടെ? അടുത്ത ലൈബ്രറിയും കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ലൈബ്രറിയുടെ ഉള്ളിൽ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ ദ ലൈബ്രറി എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ അവളെ ലൈബ്രറിയിൽ വെച്ച് ഒരു സ്പെസിഫിക് സ്പേസിൽ വെച്ച് കണ്ടു. ലൈബ്രറി ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് നമുക്കിവിടെ അറ്റ് ദ ലൈബ്രറി, ഐ സോ ഹെർ അറ്റ് ദ ലൈബ്രറി യെസ്റ്റർഡേ അങ്ങനെ പറയാം. പക്ഷെ ലൈബ്രറിക്കുള്ളിൽ എന്ന് പറയാനാണ് ഇവിടെ ഇൻ ദ ലൈബ്രറി ഉപയോഗിച്ചത്. ഐ സോ ഹിം ഇൻ ദ മാർക്കറ്റ്. രേഖകളൊക്കെ നമ്മൾ ആ ഡ്രോയറിൽ വെച്ചിട്ടുണ്ട്. ദ ഡോക്യുമെന്റ്സ് ആർ ഇൻ ദ ഡ്രോയർ. ഹാളിലെ വിദ്യാർത്ഥികളുണ്ട്. ദ സ്റ്റുഡൻസ് ആർ ഇൻ ദ ഹോൾ. എന്റെ സുഹൃത്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. മൈ ഫ്രണ്ട് വർക്ക് ഇൻ ആൻ ഓഫീസ്. വസ്ത്രങ്ങൾ സ്യൂട്ട് കേസിലുണ്ട്. ദ ക്ലോത്ത്സ് ആർ ഇൻ ദ സ്യൂട്ട് കേസ്. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ എല്ലാം പുറകിൽ നമ്മൾ ഇന്നാണ് വെക്കുക. ഐ ലിവ് ഇൻ ഇന്ത്യ. ഷീ ഈസ് ഇൻ ലണ്ടൻ. ദേ വർക്ക് ഇൻ ടോക്കിയോ. വി ആർ സ്റ്റഡിയിങ് ഇൻ ഫ്രാൻസ്. ഹി വാസ് ബോൺ ഇൻ ന്യൂയോർക്ക്. ഇറ്റ് ഈസ് കോൾഡ് ഇൻ കാനഡ. മൈ ഫ്രണ്ട് ഈസ് ഇൻ ബെർലിൻ. വി അറൈവ്ഡ് ഇൻ സ്പെയിൻ. ദർ ആർ മെനി മ്യൂസിയം ഇൻ പാരീസ്. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ ഇറ്റലി. ഒരിക്കലും ഐ ലിവ് ഓൺ ഇന്ത്യ എന്നോ അറ്റ് ഇന്ത്യ എന്നോ പറയരുത്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും പിറകിൽ, രാജ്യങ്ങളുടെയും സിറ്റീസിന്റെ ഒക്കെ പിറകിൽ നമ്മൾ എന്താണ് വെക്കുക? ഇന്നാണ് വെക്കുക. അറ്റ് ബസ് സ്റ്റോപ്പ് പോലെയുള്ള ചെറിയ സ്ഥലങ്ങളെ കുറിച്ച് പറയാൻ മാത്രമേ ഉപയോഗിക്കൂ. ഇനി പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ ഓൺ. നമ്മൾ പ്ലേസിൽ, സ്ഥലങ്ങളുടെ കാര്യത്തിൽ ഒരു സ്ഥലത്തിന് നമ്മൾ ഓൺ എന്ന് ഉപയോഗിച്ച് അതിന്റെ അർത്ഥം മുകളിൽ എന്നാണ് മിക്കവാറും വരിക. ഒരു 95% മുകളിൽ എന്ന അർത്ഥമാണ്. ദ കപ്പ് ഈസ് ഓൺ ദ കൗണ്ടർ. ആ കൗണ്ടറിന്റെ മുകളിലാണ് ഞാൻ കപ്പ് വെച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണാം. ദ ലാപ്ടോപ്പ് ഈസ് ഓൺ ദ ബെഡ്. ബെഡിന്റെ മുകളിൽ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് കട്ടിലിന്റെ മുകളിലുണ്ട്. ദ ലാപ്ടോപ്പ് ഈസ് ഓൺ ദ ബെഡ്. ദ പ്ലേറ്റ് ഈസ് ഓൺ ദ ഡൈനിങ് ടേബിൾ. പ്ലേറ്റ് ഊണുമേശയുടെ മുകളിൽ ഉണ്ട്. ദ പെൻ ഈസ് ഓൺ ദ നോട്ട്ബുക്ക്. പേന നോട്ട്ബുക്കിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ദ ബാഗ് ഈസ് ഓൺ ദ ചെയർ. ബാഗ് എവിടെയുണ്ട്? കസേരയിലുണ്ട്. കസേരയുടെ മുകളിലുണ്ട്. ദ ക്ലോക്ക് ഈസ് ഓൺ ദ വോൾ. ആ ചുവരിന്റെ മുകളിൽ ക്ലോക്ക് ഉണ്ട്. ദ ക്ലോക്ക് ഈസ് ഓൺ ദ വോൾ. ഓൺ ദ കൗണ്ടർ, ഓൺ ദ ബെഡ്, ഓൺ ദ ഡൈനിങ് ടേബിൾ, ഓൺ ദ നോട്ട്ബുക്ക്, ഓൺ ദ ചെയർ, ഓൺ ദ വോൾ. പുസ്തകം എന്റെ മടിയിലുണ്ട്. ദ ബുക്ക് ഈസ് ഓൺ മൈ ലാപ്പ്. ഞാൻ എന്റെ മടിയിലാണ് പുസ്തകം വെച്ചിരിക്കുന്നത്. മടിയുടെ മുകളിലല്ലേ? ദ ബുക്ക് ഈസ് ഓൺ മൈ ലാപ്പ്. ഒരു പൂച്ച സോഫയുടെ മുകളിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ എന്താ പറയാം? ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ. അതുപോലെ തന്നെ ടിവിയുടെ റിമോട്ട് സോഫയിൽ ഉണ്ടെങ്കിൽ ദ റിമോട്ട് ഈസ് ഓൺ ദ സോഫ. നമ്മളൊരു ബാൽക്കണിയുടെ മുകളിൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫ്ലവേഴ്സ് ആർ ഓൺ ദ ബാൽക്കണി. റാക്കിന്റെ പുറത്ത്, മേശപ്പുറത്ത് പത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ദ ന്യൂസ് പേപ്പർ ഈസ് ഓൺ ദ ടേബിൾ.
ട്രേയുടെ മുകളിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഗ്ലാസ് ഈസ് ഓൺ ദ ട്രീ. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ കണ്ടു, മുകളിലാണെന്ന് പറയാൻ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു, ഉള്ളിലാണെന്ന് പറയാൻ ഇൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ എവിടെയാണ് അറ്റ് ഉപയോഗിക്കുക? അറ്റ് എന്ന് പറയുന്നത് ചെറിയ സ്ഥലങ്ങൾ, USA-ക്കോ ഇന്ത്യക്കോ അല്ലെങ്കിൽ കൂത്തുപറമ്പിനോ അല്ലെങ്കിൽ കേരളത്തിന് മുമ്പിലോ ഒന്നും നമ്മൾ അറ്റ് ഉപയോഗിക്കില്ല. ചെറിയ സ്ഥലങ്ങൾ, ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ചെറിയ സ്ഥലങ്ങൾ. ഇപ്പൊ നമ്മൾ പാർക്കിനോ ആണെങ്കിൽ വി ആർ മീറ്റിംഗ് അറ്റ് ദ പാർക്ക്, അങ്ങനെയാണ് പറയാ. ഹീസ് അറ്റ് ദ ഡോർ, അവൻ വാതിലിനടുത്തുണ്ട്. അപ്പൊ പാർക്കിൽ വെച്ച് കാണുന്നതിന് വി ആർ മീറ്റിംഗ് അറ്റ് ദ പാർക്ക്. അവൻ വാതിലിനടുത്തുണ്ട് എന്ന് എങ്ങനെ പറയാ? ഹീസ് അറ്റ് ദ ഡോർ. ദ ടീച്ചർ ഈസ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ്, അധ്യാപകൻ ക്ലാസിന്റെ മുൻവശത്ത്, ആ ഒരു ചെറിയ സ്പേസിലാണ് ഉള്ളത്. ഐ വിൽ സീ യു അറ്റ് ദ സ്റ്റേഷൻ, ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ വെച്ച് കാണും. ഷീ ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ, ആ മേശയുടെ അരികിൽ അവൾ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാ? ഷീ ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. കുട്ടികൾ കളിക്കുകയാണ് എന്ത് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാൻ ദ സ്റ്റുഡൻസ് ആർ അറ്റ് ദ പ്ലേ ഗ്രൗണ്ട്. അപ്പൊ ഒരാൾ ഡോറിന്റെ അടുത്തുണ്ട് എന്ന് പറയാൻ ഹീസ് അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ മതി. മേശയുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഷീ ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ മതി. അറ്റ് മനസ്സിലായല്ലോ? വളരെ ചെറിയൊരു സ്പെസിഫിക് സ്പേസ് പറയാനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഉദാഹരണം കൂടി നോക്കാം. ബസ് സ്റ്റോപ്പിലാണ് ഉള്ളതെന്ന് പറയാൻ ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഇനി ഷീസ് അറ്റ് ദ ഹോസ്പിറ്റൽ, അവൾ ഇപ്പൊ ഹോസ്പിറ്റലാണ് ഉള്ളത്. ആരെങ്കിലും കാണാൻ പോയതായിരിക്കാം. അപ്പൊ എങ്ങനെ പറയാ? അവൾ ആശുപത്രിയിലാണ്. ഇനി ഷീസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അവിടെ പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ്, ആശുപത്രിക്കുള്ളിലാണ് എന്ന മീനിങ് ആണ് വരിക. അപ്പൊ ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഉള്ളതെന്ന് പറയാൻ ഷീസ് അറ്റ് ദ ഹോസ്പിറ്റൽ. ഗേറ്റിന്റെ അടുത്താണ് ഹീസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. റെസ്റ്റോറന്റിലാണ് ദേ ആർ അറ്റ് ദ റെസ്റ്റോറന്റ്. മൈ ബ്രദർ ഈസ് അറ്റ് സ്കൂൾ. അപ്പോ അറ്റ് സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ സ്കൂളിൽ ഉണ്ടാവുക. അപ്പൊ ആ അർത്ഥത്തിൽ പറയുമ്പോൾ മൈ ബ്രദർ ഈസ് അറ്റ് സ്കൂൾ. ഇൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്കൂളിലാണ് എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. ഷീ വർക്ക്സ് അറ്റ് ബാങ്ക്, അവൾ ഇപ്പോഴും ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഹീസ് അറ്റ് ദ എൻട്രൻസ്, ആ ഗേറ്റിന്റെ എൻട്രൻസിന്റെ അടുത്ത് അവനുണ്ട്. ദേ ആർ അറ്റ് ദ എയർപോർട്ട്, അവർ വിമാനത്താവളത്തിലുണ്ട്. ഐ മെറ്റ് ഹെർ അറ്റ് ദ ബസ് സ്റ്റാൻഡ്, ഞാൻ അവളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു. ഷീസ് അറ്റ് ഹോം, അവൾ വീട്ടിലുണ്ട് എന്ന് പറയാൻ ഷീസ് അറ്റ് ഹോം ആണ് പറയാ. ഹീസ് അറ്റ് വർക്ക്, അവൻ ജോലി സ്ഥലത്താണ്. ഇവിടെ ഒരു പർപ്പസ് പോലെയാണ് നമ്മൾ അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീസ് അറ്റ് വർക്ക്, അവൻ ജോലി സ്ഥലത്താണ് എന്ന് പറയാനാണ് നമ്മളിവിടെ അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുകയാണെന്ന് പറയാൻ വി ആർ അറ്റ് ദ സിനിമ എന്ന് പറയാം. പിന്നെ ഒരു കോർണറിലാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ദ കാർ ഈസ് പാർക്ക്ഡ് അറ്റ് ദ കോർണർ. അപ്പോ ഇൻ ഉള്ളിൽ, അകത്ത്. ഓൺ മുകളിൽ, സർഫേസ്. അതെന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലം, സിനിമാ ഹാള്, ബസ് സ്റ്റാൻഡ്, സ്കൂള്, ഹോസ്പിറ്റല്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ പറയാൻ അറ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻ, അറ്റ്, ഓൺ സമയത്തിന് മുമ്പായി, അതായത് കൊല്ലം, വർഷം, മാസം, സമയം, ഇതിനൊക്കെ മുമ്പിലായിട്ട് ഇൻ, അറ്റ്, ഓൺ എങ്ങനെ ഉപയോഗിക്കുക എന്ന് നോക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.